അതിനൊന്നും പറ്റിയ ആവശ്യമില്ലാവില്ല. പിന്നെ വെറുതെ അടിക്കുക മാത്രമേ ഉള്ളൂ. ഇതായാലല്ലേ മുഖ്യമന്ത്രി ആരാവണമെന്നല്ലേ ഇപ്പൊ ആലോചിക്കേണ്ടിയുള്ളൂ. ഞാൻ എന്തായാലും ഒരു ഉത്കണ്ഠയില്ലല്ലോ. ഞങ്ങൾ ഈ പ്രാവശ്യം 3ാമത്തെ ടേം ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയില്ല, ഒരു സംശയമില്ല. അവർക്ക് ഒരു 3-4 മുഖ്യമന്ത്രിയുണ്ട്. കുഞ്ഞാലി കൂടി വന്നതോടുകൂടി വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടാം. ചോദ്യത്തിന്റെ പേര് അതൊക്കെ അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റും പാർട്ടിയൊക്കെ തീരുമാനിക്കും. ആരാവണം നയിക്കേണ്ടത്, മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതെല്ലാം അന്നേരം തീരുമാനിക്കും. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ. പിന്നെ ആദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ചാനലിലും കൊടുത്തല്ല. അത് പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിക്കുകയാണ്. പിണറായി വിജയനുള്ള ഈ വയസ്സിന്റെ ഭാഗമായിട്ടുള്ള ഇളവ് കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ്. അതുകൊണ്ട് ആ കാര്യം ആ രീതിയിലാണ് പരിഗണിച്ചത്. 24 പാർട്ടി കോൺഗ്രസ് അല്ല തീരുമാനിക്കുക. അതിപ്പം തീരുമാനിക്കാൻ പറ്റും. 24 പാർട്ടി കോൺഗ്രസ് എന്ത് തീരുമാനിക്കണമെന്ന് 24 പാർട്ടി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കുക? അല്ലേ? മുൻകൂട്ടി തീരുമാനിക്കും.